ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാന്യ ദൈവവിധികളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് മുഖവുര ദീർഘം വെക്കാതെ പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം കൈമാറുകയാണ്. ശ്രദ്ധിച്ചാട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ചില നിമിഷങ്ങൾ ദൈവശബ്ദത്തിനായിട്ട് കാതോർക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് ഈ പുലരിയിൽ ദൈവകുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ആലോചന പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഈ വേദഭാഗം നമ്മൾ പ്രാർത്ഥനയോടെ പഠിക്കുമ്പോൾ ദൈവപുരുഷനായ മോശയുടെ 3 ആഗ്രഹങ്ങളെ കാണാൻ കഴിയും. 3 ആഗ്രഹങ്ങൾ. നമുക്കും പല ആഗ്രഹങ്ങളുള്ളവരാണ്. തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്ന ദൈവം തന്റെ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകാതെ പരിപാലിക്കുന്നത് കൊണ്ട് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനകാരനായ ദാവീദിന്റെ ഒരു ആഗ്രഹം 27-ാം സങ്കീർത്തനത്തിൽ കാണാം. അതിന്റെ 4-ാം വാക്യത്തിൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ തന്റെ ആഗ്രഹം? എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. ഹല്ലേലൂയ. ഇവിടെ ന്യായമായ ഒരു ചോദ്യം ഉയരും. ഇത് സാധിക്കുന്ന കാര്യമാണോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമല്ലേ നമ്മുടെ ദൈവം. അങ്ങനെയിരിക്കെ ദാവീദിന്റെ ആഗ്രഹം നടക്കുന്ന കാര്യമാണോ? സ്തോത്രം. ഈ ചോദ്യത്തിന് മറുപടി അനുഭവസ്ഥനായി ഇയ്യോബ് പറഞ്ഞു തരും. ഞാൻ അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോഴെന്റെ കണ്ണാൽ കാണുന്നു. ഹല്ലേലൂയ. മക്കളെ, കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കർത്താവിന്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ? ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത അവസരങ്ങളിൽ അവിടുത്തെ കരസ്പർശനം കുഞ്ഞെ നീ അനുഭവിച്ചിട്ടില്ലേ? എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിന്നപ്പോൾ ആലോചന പറഞ്ഞു വഴി നടത്തിയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്ന ദിവസം വരുന്നുണ്ട്. ആ ഭാഗ്യദിനം വരുന്നുണ്ട്. അതായിരുന്നു ദാവീദിന്റെ പ്രത്യാശ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കണ്ടുണരും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതേ കുഞ്ഞുങ്ങളെ, ദൈവപുത്രനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണാൻ ആമേൻ നമുക്ക് ഭാഗ്യമുണ്ടാകും. ആ ഭാഗ്യ നിമിഷം നമ്മെ തേടി വരുന്നുണ്ട് കേട്ടോ. സ്തോത്രം. നിത്യതയുടെ തീരത്ത് വെച്ച് മാത്രമല്ല മക്കളെ, കഷ്ടതയുടെ തുരുത്തിലും. ഹല്ലേലൂയ. യോഹന്നാനെ പോലെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പൊന്നുമുഖം കാണുവാൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ആഗ്രഹം, യഹോവേ നിന്റെ മനോഹരത്വം ഒന്ന് കാണണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസിന്റെ ഒരാഗ്രഹം ഒന്ന് നോക്കൂ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 24-ാമത് വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എന്താ ആഗ്രഹം? ഹില്ലേൽ യൂണിവേഴ്സിറ്റിയേക്കാൾ മഹത്തരമായ ഒരു യൂണിവേഴ്സിറ്റി തന്റെ പേരിൽ സ്ഥാപിക്കണമെന്നേ ഉള്ളൂ. അങ്ങനല്ല. കടന്നു പോകുന്നതിന് മുൻപ്, ഈ മണ്ണിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിവെക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയുമല്ല. ഇന്ന് ലോക്കൽ പാസ്റ്റർ ആണ്, വല്ല വിധേനയും സെൻട്രൽ പാസ്റ്റർ ആകണം. ആമേൻ. സെൻട്രൽ പാസ്റ്റർ ആണെങ്കിൽ ഇനി എങ്ങനെങ്കിലും ഓവർസിയർ ആകണം എന്നേ ഉള്ളൂ. അങ്ങനെയല്ല. കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ. സ്തോത്രം. അഭിഷിക്തനെ, താങ്കളുടെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് തികയ്ക്കാതെ നീ ഈ മണ്ണ് വിട്ട് കടന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ. രോഗം പിടിച്ചാലും ആഭിചാര ശക്തികൾ അലറിയെടുത്താലും ലോകം മുഴുവൻ എതിരായാലും ഉറ്റവരുക്കായി വിട്ടാലും സഭാജനങ്ങൾ നിനക്കെതിരെ മെമ്മോറാണ്ടം തയ്യാറാക്കിയാലും നേതൃത്വം മുടക്ക് കത്ത് നൽകിയാലും 1 കൊല്ലം തികയ്ക്കാൻ അനുവദിക്കത്തില്ലെന്ന് ദേശത്തിന്റെ ശക്തികൾ വെല്ലുവിളിച്ചാലും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ആമേൻ. കൗൺസിൽ തീരുമാനിക്കുന്ന ദിവസം വരെയല്ല, ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. സ്തോത്രം. ഭക്തന്റെ ആഗ്രഹം ഭക്തന്റെ ആഗ്രഹം എന്താണ്? ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആഗ്രഹം സാധിച്ചോ? ശുശ്രൂഷ തികയ്ക്കാൻ കഴിഞ്ഞോ? പൗലോസ് പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഇനി എനിക്കായി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടമുണ്ട്. എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച കർത്താവിന്റെ കയ്യിൽ നിന്ന് ഞാനത് ഏറ്റുവാങ്ങുന്ന ദിവസം വരുന്നു. ദൈവദാസനെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ആലോചന താങ്കളെ ധൈര്യപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റൊന്നിനും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിയത്തില്ല. ഇന്ന് സാഹചര്യം പ്രതികൂലമായിരിക്കാം, സാരമില്ല. വിളിച്ചവൻ വിശ്വസ്തനാ, അവനത് നിർവഹിക്കും. നിനക്ക് നിർവഹിക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിനറിയാം, പക്ഷെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. ആമേൻ പറയാമോ? പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ എന്താ ദൈവം ഇങ്ങനെ എന്നോട് ചെയ്യുന്നെന്ന് പരിതപിച്ചുകൊണ്ട് നിരാശ പുതച്ച് കഴിയുകയാണോ? സ്വന്തം പുത്രനെ നിനക്ക് വേണ്ടി തന്നവൻ സകലവും തരാൻ മനസ്സുള്ളവനാ.
പക്ഷെ മണ്ണിനോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഗ്രഹങ്ങളാകാതെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആഗ്രഹം, സ്വർഗീയ നന്മയെക്കുറിച്ചുള്ള ആഗ്രഹം, ദൈവകൃപ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ നീ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. മോശയുടെ 3 ആഗ്രഹങ്ങളിൽ ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം 33:13 കാണാം. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. മോശയുടെ ആഗ്രഹമാണ്, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അവിടുന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ അറിയിക്കണം. കർത്താവേ അങ്ങയുടെ പദ്ധതി എന്നെ അറിയിക്കണം. പ്രിയരെ, എത്ര നാളായി നാം പ്രാർത്ഥിക്കുന്നു, ഇന്നുവരെ നിന്റെ വഴി എന്നെ അറിയിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണം, നിന്റെ പദ്ധതി എന്നെ അറിയിക്കണം. സഹോദരങ്ങളെ, എങ്ങനെയാ ദൈവത്തിന്റെ വഴി അറിയുന്നത്? വിശുദ്ധ തിരുവെഴുത്ത് ശ്രദ്ധയോടെ വായിക്കൂ. കർത്താവ് തന്റെ വഴി നിനക്ക് കാണിച്ചു തരും. ദൈവം തന്റെ മനസ്സും നിനക്ക് പൊഴിച്ചു തരും. പരിശുദ്ധാത്മ നിറവിൽ ജീവിതം നയിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവ് വഴി പറഞ്ഞു തരും. സ്തോത്രം. നമുക്ക് അറിയാൻ താല്പര്യമുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ 3-ാം ലോകമഹായുദ്ധം ഉടനെ ഉണ്ടാകുമോ? ഉക്രൈൻ റഷ്യയെ തകർക്കുമോ? ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ? അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അറിയാൻ താല്പര്യമുണ്ടോ മക്കളെ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നിന്റെ തലമുറയെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി, നിന്റെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള പദ്ധതി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ സഹായത്തോടെ തിരുവെടുത്ത് പരിശോധിക്ക്, മുട്ടുമടക്കി പ്രാർത്ഥിക്ക്, ദൈവത്തോട് ചോദിക്ക്, കർത്താവേ എനിക്കറിയണം അങ്ങയുടെ പദ്ധതി എന്താണ്. അവിടെ ഉത്തരമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം തന്റെ വഴി നമ്മെ അറിയിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നാം പ്രാപിച്ചിരിക്കണം. എന്താ യോഗ്യത? പുറപ്പാട് 33:12 ദൈവം പറയുന്നു, മോശേ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. കാണുന്നവരോടെല്ലാം തന്റെ വഴി പറഞ്ഞു കൊടുക്കുന്ന ഇടപാട് ദൈവത്തിനില്ലെന്ന്. അടുത്തറിഞ്ഞവനോടാ ദൈവം തന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തറിഞ്ഞവൻ. ഈ സങ്കീർത്തനങ്ങൾ 25:14 ഒരു വാക്യമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. സ്തോത്രം. ഇവിടെ നിയമം അറിയിക്കുമെന്നുള്ളത്, നിയമം എന്നുള്ളതിന് KJV കൊടുക്കുന്നത് സീക്രട്ട് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സീക്രട്ട്. സീക്രട്ട് അറിയിക്കും തന്റെ ഭക്തന്മാർക്ക്. ഹല്ലേലൂയ. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തന്റെ സീക്രട്ട് അവരെ അറിയിക്കും. പ്രൈസലോ. ദൈവം തന്റെ രഹസ്യം അവരെ അറിയിക്കും. തിരുവെഴുത്ത് അബ്രഹാമിനെ വിളിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണല്ലോ. യഹോവയുടെ സഖി. അതല്ലേ സോദോം നശിപ്പിക്കാൻ തീരുമാനിച്ച കാര്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ആമേൻ, ആമേൻ, ആമേൻ. തന്റെ ഭക്തന്മാർക്ക് യഹോവയുടെ സഖിത്വം ഉണ്ടാകുമെന്ന് വചനം പറയുമ്പോൾ മനസ്സിലാക്കണം, സത്യദൈവത്തിന്റെ ഭക്തനായ നീയും യഹോവയുടെ സഖിയാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മക്കളെ, കർത്താവ് തന്റെ വഴി നിന്നെ അറിയിക്കും. അടുത്തറിഞ്ഞവന് തന്റെ വഴി പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം ഇന്നും മാറിയിട്ടില്ല കേട്ടോ. ദൈവത്തിന്റെ മഹത്വം. മോശയുടെ 2ാമത്തെ ആഗ്രഹം ഈ 33:13 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താ അത്? എനിക്ക് നിന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. എനിക്ക് നിന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ ദൈവമേ നിന്നെ അറിയുമാറാകട്ടെ. ഞാൻ നിന്നെ അറിയുമാറാകണം. 1ാമത്തെ ആഗ്രഹം, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണം. ഇത് 2ാമത്തേത്, വഴി അറിഞ്ഞാൽ പോരാ, ഞാൻ നിന്നെ അറിയുമാറാകണം. എന്ന് പറഞ്ഞാൽ ദൈവമേ എനിക്ക് നിന്നെ അറിയണം. പ്രൈസലോ. അപ്പൊ ചോദിച്ചേക്കാം, മോശ ഇതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ലേ? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത കാലം മുതൽ മോശ ദൈവത്തെ അറിയാൻ തുടങ്ങിയതാ. ആവർത്തന പുസ്തകം 34:12 നോക്കൂ. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല. ദൈവത്തെ അഭിമുഖമായി അറിഞ്ഞവനാ മോശ. പോരാ, പുറപ്പാട് പുസ്തകം 33:11 എഴുതിയിരിക്കുന്നത് എന്താ? ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. സ്തോത്രം. അതെ, ദൈവത്തെ അറിഞ്ഞവനാ. ഇനി നോക്കൂ, സംഖ്യാപുസ്തകം 12:8 സർവശക്തനായ ദൈവം പറയുകയാ, അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായും സ്പഷ്ടമായും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. തർക്കമില്ല. ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞവനാണ് മോശ. മക്കളെ, ദൈവം നിന്നെ അടുത്തറിഞ്ഞെങ്കിൽ അവൻ തന്റെ വഴി നിന്നെ അറിയിക്കും.
മാത്രമല്ല, നിന്നെ അറിഞ്ഞ ദൈവത്തെ ഒരു പടി കൂടെ അടുത്തറിയാനുള്ള ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ദൈവം അത് സാധിച്ചു തരും മക്കളെ. സ്തോത്രം. ഈ പുലരിയിൽ ദൈവത്തോട് കർത്താവേ, എനിക്ക് നിന്നെ ഒരു പടി കൂടെ അടുത്തറിയണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ദൈവത്തോട് സംസാരിക്കാം. ഒരു സ്നേഹിതനോടൊന്നവണ്ണം സംസാരിക്കാം. പ്രാർത്ഥനാ വേളയിൽ നിനക്ക് ദൈവത്തോട് സംസാരിക്കാം. തിരുവചന ധ്യാനത്തിൽ, വചന കേൾവിയിൽ, ആരാധനാ നിമിഷങ്ങളിൽ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ അവൻ ദൈവം കുഞ്ഞെ നിന്നോട് സംസാരിക്കുകയും ചെയ്യും. ഇന്ന് പുലരിയിലും മക്കളെ, അവൻ സ്നേഹസ്വരൂപനായ ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. നിന്നെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തോട് പറ, കർത്താവേ, അല്ലെങ്കിൽ എനിക്ക് ഒരു പടി കൂടെ നിന്നെ അറിയണം, ഒരു പടി കൂടെ നിന്നെ അറിയണം. ആമേൻ. മക്കളെ, ഇനിയുള്ള നാളുകളിലെ നമ്മുടെ പ്രാർത്ഥന ഒരു ചടങ്ങായിട്ടല്ല, അപ്പനോട് മകൻ സംസാരിക്കുന്നത് പോലെയാകട്ടെ, ഒരുവൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാകട്ടെ. വാക്കുകളുടെ പെരുപ്പത്തിൽ ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കല്ലേ. അതര ചർവണം കൊണ്ട് ദോഷമേ വരൂ. അങ്ങനെയാ തിരുവെഴുത്ത്. നമ്മുടെ പ്രാർത്ഥന യോഗ്യമുള്ളതായി മാറട്ടെ. യഹോവേ, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. കർത്താവേ, നീ എന്നെ അടുത്തറിഞ്ഞു, എനിക്ക് നിന്നെ അറിയണം. ഇക്കാലം അത്രയും ഞാൻ ദൈവത്തെ അറിഞ്ഞവനാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. എങ്കിലും ഒരു പടി കൂടെ എനിക്ക് ദൈവത്തെ അടുത്തറിയണം. മക്കളെ, ഇത് നിന്റെ ആഗ്രഹമാണെങ്കിൽ ദൈവം സാധിച്ചു തരും, ദൈവം സാധിപ്പിച്ചു തരും. സ്വതന്ത്രം. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഫിലിപ്പിയ ലേഖനമാണ് 3:7-8 വാക്യങ്ങൾ, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. 8 വാക്യം. അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ശ്രദ്ധിക്കൂ, ക്രിസ്തു നിമിത്തം ഒരിക്കൽ ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് ഒരിക്കൽ നടന്ന കാര്യമാ. അവൻ എണ്ണിയിരിക്കുന്നു. എന്നാൽ 8 വാക്യം പറയുന്നത് അങ്ങനെയല്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതാണ്. എണ്ണുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലെടുത്ത തീരുമാനം, സമർപ്പണം, അത് കാലത്തിന്റെ കടന്നുപോക്കിൽ മാറിയില്ല. എന്തെല്ലാം പ്രതികൂലങ്ങളാ തനിക്ക് നേരിട്ടത്. എന്നിട്ടും എന്താ പൗലോസ് എടുത്ത തീരുമാനത്തിന് ഉലച്ചിൽ വരാതെ ഉറച്ചു നിന്നത്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമാണ്. ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതുകൊണ്ടാണ്. അവനോട് അനുരൂപപ്പെട്ട് അവനെ അറിഞ്ഞതുകൊണ്ടാണ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും സകലവും ഛേദമെന്ന് എണ്ണുന്നു. അവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ കണ്ടപ്പോ, ദൈവപുത്രൻ ആരാണെന്ന് അറിഞ്ഞപ്പോ ലാഭമായതൊക്കെ ഛേദമെന്ന് എണ്ണി. എന്നാൽ ദീർഘമായ 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് വരുമ്പോഴും പറയുന്നു, ഇപ്പോഴും ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു. അവൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ലാഭമായത് ഛേദമെന്ന് എണ്ണിയെങ്കിൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ലാഭമായത് മാത്രമല്ല മക്കളെ, സകലവും ഛേദമെന്ന് എണ്ണുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും ദൈവവിഷയമായി സമ്പന്നനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലാഭത്തെ, നന്മയെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന നടക്കത്തില്ല. ലാഭമായതൊക്കെ ഹല്ലേലൂയ ഛേദമെന്നെണ്ണുവാൻ, ലാഭത്തെ മാത്രമല്ല സകലത്തെയും ഛേദമെന്നെണ്ണുവാൻ, ചപ്പൊന്നും ചവറൊന്നും എണ്ണുവാൻ പ്രാഗൽഭ്യമുണ്ടാകണം. ഈ ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിക്കും. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ് കർത്താവിനെ കണ്ട കാര്യം 3 ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 9:2 ആദ്യം പറയുന്നത്, ആകാശത്തു നിന്നൊരു വെളിച്ചം എന്നെ ചുറ്റി മിന്നി. കർത്താവിനെ കണ്ട കാര്യമാണ്. ആകാശത്തു നിന്നൊരു വെളിച്ചം, അങ്ങനെയാ പറഞ്ഞത്, എന്നെ ചുറ്റി മിന്നി. അതെ, ദമസ്കോസിന്റെ വാതിൽക്കൽ വെച്ച് ഞാനൊരു വെളിച്ചം കണ്ടു. എന്നാൽ 27 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നത് കേൾക്കൂ. പ്രവൃത്തികളുടെ പുസ്തകം 22:6 അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു വെളിച്ചം എന്നെ ചുറ്റിമിന്നി. കേവലം ഒരു വെളിച്ചമല്ല, ഉച്ചവെയിലിന്റെ പ്രഭയെ മറികടന്ന വലിയൊരു വെളിച്ചമാ.
അവിടെയും തീരുന്നില്ല. പിന്നെയോ 26 അധ്യായം 13 വാക്യം നോക്കണം. താൻ പറയുന്നു, ദമസ്കോസിൽ വെച്ച് ഞാൻ കണ്ടത് കേവലം ഒരു വെളിച്ചമല്ല, വലിയൊരു വെളിച്ചമെന്ന് പറഞ്ഞാലും പോരാ. പിന്നെയോ സൂര്യപ്രകാശത്തെ കവിയുന്നു ഒരു വെളിച്ചം ഞാൻ അവിടെ കണ്ടു. കുഞ്ഞേ, ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടായെങ്കിൽ നിന്റെ വിശ്വാസയാത്ര മുന്നോട്ട് പോകും തോറും പടിപടിയായി ഒരു പടി കൂടെ അരിമനാഥനെ അടുത്തറിഞ്ഞുകൊണ്ടേയിരിക്കണം. സ്തോത്രം. മോശയുടെ മൂന്നാമത്തെ ആഗ്രഹം പുറപ്പാട് 33:15 കാണാം. എന്താ മൂന്നാമത്തെ ആഗ്രഹം? നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാൽ അവിടെ എല്ലാം നിന്റെ സാന്നിധ്യം കൂടെ വരണം. ഞാൻ ആരാധനയ്ക്ക് മുട്ടുമടക്കുക മാത്രമല്ല, എന്റെ ജീവിതയാത്രയിൽ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. രാവിലെ എഴുന്നേറ്റ് ജീവനകാര്യങ്ങൾക്കായി പോകുമ്പോൾ പറയാൻ കഴിയുമോ, കർത്താവേ ഞാൻ പോകുന്നിടത്തൊക്കെ നീ വരണം, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. കുഞ്ഞേ, ഇന്നലെ എവിടെയൊക്കെയാ നീ പോയത്? ഇന്ന് എഴുന്നേറ്റാൽ എവിടെയൊക്കെ പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്? ദൈവസാന്നിധ്യം കൂടെ വരാൻ യോഗ്യമായ ഇടങ്ങളിലാണോ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ചിന്തിക്കുന്നത് നല്ലതാ കേട്ടോ. ചില അറേബ്യൻ രാജ്യങ്ങളിലെ വലിയ വലിയ കുറ്റമൊക്കെ ചെയ്തവരെ ശിക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ശിക്ഷാകാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടി അവരറിയാതെ ഇക്കൂട്ടരുടെ ശരീരത്തിൽ എന്തോ ചില സംവിധാനങ്ങൾ ഇംപ്ലാന്റ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. എന്തായാലും ഇത് കേട്ടപ്പോൾ ഒരു സഹോദരി പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. ഇതുപോലൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എന്റെ കെട്ടിയോന്റെ ദേഹത്തും ഫിറ്റ് ചെയ്യാമായിരുന്നു. ഇങ്ങനെ എവിടൊക്കെയാ ചെന്ന് കയറുന്നതെന്നറിയാമല്ലോ. കർത്താവിന് സ്തോത്രം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നീ എവിടൊക്കെ പോകുന്നുവെന്നറിയാൻ ദൈവത്തിന് പാടൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഫിറ്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ ഭക്തൻ പറയുന്നു, തമ്പുരാന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ എങ്ങനെ? എന്താ അവൻ ഭക്തൻ പറയുക, നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും എന്ന് പറഞ്ഞ ഈ ആത്മാവ് എന്റെ അകത്തുണ്ടല്ലോ. പ്രൈസല്ലോ. നിന്റെ ആത്മാവ് നീ പ്രത്യേകിച്ച് ഇംപ്ലാന്റ് ചെയ്യണ്ട. നിന്റെ നല്ല ആത്മാവ് എന്റെ ഉള്ളിലുണ്ടല്ലോ. നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസിൻ ചിറക് ധരിച്ചു സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കത്തില്ല. സ്തോത്രം. സർവ്വവ്യാപിയായ സർവശക്തനായ ഈ ദൈവത്തോടാ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമെന്ന് മോശെ ആവശ്യപ്പെടുന്നത്, മോശെ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 33:12 ഈ മോശ പറയുന്നു, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ നീ എന്നോട് കൽപ്പിച്ചല്ലോ, എന്നാൽ ആരെ എന്നോടുകൂടെ നീ അയക്കുമെന്ന് അറിയിച്ചിട്ടില്ല. സ്തോത്രം. ഈ മോശ തന്നെയാ 15 വാക്യത്തിൽ പറയുന്നത്, ആര് വന്നാലും വന്നില്ലെങ്കിലും നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് അയക്കരുതേ. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. അപ്പാപ്പനോ ചിറ്റപ്പനോ കൊച്ചച്ഛനോ കഴിവുള്ളവരോ പ്രാപ്തിയുള്ളവരോ വരുന്നോ വരാതിരിക്കുന്നോ അതല്ലെന്ന പ്രശ്നം. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹം കുറിച്ച ചില വരികൾ നമുക്കറിയാവുന്നതാണ്. 2 തിമോത്തിയോസ് 4:16. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, എങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു. കുഞ്ഞേ, നിന്നെ സഹായിക്കാൻ ആരും തയ്യാറായില്ലെങ്കിലും എല്ലാവരും ഉപേക്ഷിച്ചു പോയാലും കർത്താവ് നിനക്ക് തുണ നിൽക്കും. തിരുസാന്നിധ്യം നിന്നോടുകൂടെ പോരും. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരണം. ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ എന്താ ഗുണം? അതുകൂടെ പറഞ്ഞ് ഈ സന്ദേശത്തിന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33:14 തമ്പുരാൻ പറയുന്ന വാക്ക, മോശേ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആമേൻ. അസ്വസ്ഥത നിറഞ്ഞ ലോകത്ത് ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, എന്തൊക്കെ സംഭവിച്ചാലും മക്കളെ നിനക്ക് സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. കാരണം സമാധാന പ്രഭുവിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ട്. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ നാളുകൾ തള്ളി നീക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ, സ്വസ്ഥതയുണ്ടാകുവാൻ ഏക വഴി, ഏക മാർഗം ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനെന്താ മാർഗം? ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ മാർഗമില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമം. ലൗകിക രക്ഷകനായ ക്രിസ്തുയേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, ഹൃദയത്തിൽ കർത്താവായി ദൈവമായി അവൻ അല്ലേലും രക്ഷകനായി നീ സ്വീകരിച്ചാൽ, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സ്വസ്ഥത, ദിവ്യസമാധാനം കർത്താവ് നിനക്ക് നൽകും. നീ സ്വസ്ഥത യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയും. വത്സല സഹോദരങ്ങളെ, എന്ത് താങ്കളുടെ ആഗ്രഹം? ദൈവത്തോട് പറയാം, അവിടുന്ന് സാധിച്ചു തരും. എന്നാൽ നിന്റെ ആഗ്രഹം ഈ മണ്ണിൽ ഒതുങ്ങുന്നതാകരുത്.
ദൈവവിഷയമായി സമ്പന്നനാകാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വഴി വെളിപ്പെട്ട് കിട്ടുവാൻ ആഗ്രഹിക്കുക. ദൈവ സാന്നിധ്യം കൂടിയിരിക്കാൻ ആഗ്രഹിക്കുക. കർത്താവിനെ അറിയേണ്ടും വണ്ണം അറിയുവാൻ ആഗ്രഹിക്കുക. നല്ല കർത്താവ് സഹോദരങ്ങളെയെല്ലാം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിരുന്നു. നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവ് മറുപടി നൽകി നിങ്ങൾ തീർച്ചയായും മാനിക്കും. നമ്പർ ഇതാണ് 9072141834. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിലും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാം. അതുപോലെ